ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓംനി അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. KSRമായി ബന്ധപ്പെട്ട് 22 ക്ലാസ്സുകൾ ഇതുവരെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓരോന്നും റിവൈസ് ചെയ്യുന്നതിനും ആത്മവിശ്വാസത്തോടെ എക്സാമിന് തയ്യാറാകുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷന് പ്രത്യേക സെക്ഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനാൽ തന്നെ KSRമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും ആവർത്തിച്ച് കേട്ട് വ്യക്തമായി പഠിച്ചതിന് ശേഷം ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകും. ഇപ്പോൾ 2021 ജൂലൈയിലെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റുകളിലെ KSRമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ എങ്ങനെ ലഭ്യമാകുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനായി ഓംനി അക്കാഡമി OAMNI എന്ന് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ ലഭ്യമാകും. അതിൽ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ KSR ക്ലാസ്സുകളും KSR പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും പ്രത്യേകം പ്ലേലിസ്റ്റുകളിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ആത്മവിശ്വാസത്തോടെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിന് തയ്യാറെടുക്കുക. അപ്പോൾ തീർച്ചയായും ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് 100% വിജയം ഞങ്ങൾ ഉറപ്പു തരുന്നു. പുതുതായി ക്ലാസ്സുകൾ കേൾക്കുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് പരിചയപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സംശയങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് സമാനമായ ഡൗട്ട്സിന് ഞങ്ങൾ നൽകിയിട്ടുള്ള മറുപടി കമൻറ്റ് ബോക്സിൽ ഒന്ന് ശ്രദ്ധിക്കുക. അത് ആവർത്തനം ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: When an officer under suspension is finally dismissed with retrospective effect from the date of suspension, the subsistence allowance already paid to him dash. അതായത് സസ്പെൻഷനിലായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ മുൻകാല പ്രാബല്യത്തോടുകൂടെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയുണ്ടായി. ആ സസ്പെൻഷൻ പീരീഡിൽ അദ്ദേഹത്തിന് നൽകിയിരുന്ന സബ്സിസ്റ്റൻസ് അലവൻസ് തിരിച്ചു പിടിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചാണ് ക്വസ്റ്റ്യൻ. KSR പാർട്ട് 1 റൂൾ 56(b)യിൽ നോട്ട് 5 പ്രകാരം സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ തീയതി മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്ന പക്ഷം അയാൾക്ക് നൽകിക്കഴിഞ്ഞ സബ്സിസ്റ്റൻസ് അലവൻസ് തിരിച്ചു പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, ഷാൾ നോട്ട് ബി റിക്കവേർഡ്. Next question: child adoption leave is granted up to a maximum period of dash. ചൈൽഡ് അഡോപ്ഷൻ ലീവ് പരമാവധി എത്ര ദിവസത്തേക്കാണ് നൽകുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം KSR പാർട്ട് 1 റൂൾ 102(a)യിലാണ് ചൈൽഡ് അഡോപ്ഷൻ ലീവിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപ്രകാരം പരമാവധി 180 ദിവസം വരെയാണ് ചൈൽഡ് അഡോപ്ഷൻ ലീവ് അനുവദിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, 180 days. Next question: if an officer is transferred to an outstation, the journey on transfer will begin from. ഒരു ഉദ്യോഗസ്ഥനെ ഔട്ട് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ജേർണി ഓൺ ട്രാൻസ്ഫർ ആരംഭിക്കുന്നത് എവിടെ നിന്നെന്നാണ് ചോദ്യം. KSR പാർട്ട് 2 റൂൾ 15 പ്രകാരം ട്രാൻസ്ഫർ ജേർണി ആരംഭിക്കുന്നത് ബന്ധപ്പെട്ട ജീവനക്കാരൻ്റെ ആക്ച്വൽ റെസിഡൻസിൽ നിന്നാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, ഹിസ് റെസിഡൻസ്. Next question: an officer in foreign service was reverted to his parent department as per order 23rd January 2019 and was relieved from foreign service on 31st January 2019. He took charge in parent department on 5th February 2019. His reversion from foreign service shall take effect from dash. 23/1/2019 ഉത്തരവ് പ്രകാരം ഒരു ഉദ്യോഗസ്ഥനെ ഫോറിൻ സർവീസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മാതൃ സർവീസിലേക്ക് തിരിച്ചയക്കുന്നതിനു വേണ്ടി 31/1/2019 റിലീവ് ചെയ്യുകയുണ്ടായി. എന്നാൽ അദ്ദേഹം 5/2/2019 അദ്ദേഹത്തിൻ്റെ മാതൃ സർവീസിൽ തിരികെ ജോയിൻ ചെയ്തത്. എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോറിൻ സർവീസിൽ നിന്നുള്ള റിവേർഷൻ എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നാണ് ചോദ്യം.
നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥനെ ഫോറിൻ സർവീസിൽ നിയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തിരികെ വന്ന് അദ്ദേഹത്തിൻ്റെ പാരൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നത് വരെ അദ്ദേഹത്തെ ഫോറിൻ സർവീസിലായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാരൻറ് സർവീസിൽ ജോയിൻ ചെയ്ത ദിവസമാണ് അദ്ദേഹത്തെ ഫോറിൻ സർവീസിൽ നിന്നും റിവേർട്ട് ചെയ്തതായി കണക്കാക്കപ്പെടുന്നത്. സോ ഹിയർ ദ ആൻസർ 5th February 2019. Next question. If an employee dies while in service, his service book shall be returned by the head of office for a period of days. സർവീസിലിരിക്കെ മരണപ്പെട്ട ഒരു ജീവനക്കാരൻ്റെ സർവീസ് ബുക്ക് ഓഫീസ് ഹെഡ് എത്ര വർഷത്തേക്ക് സൂക്ഷിക്കണമെന്നാണ് ചോദ്യം. KSR പാർട്ട് 3 റൂൾ 142 ജീവനക്കാരുടെ സർവീസ് ബുക്ക് സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം ഡിസ്മിസ് ചെയ്യപ്പെടുകയോ റിസൈൻ ചെയ്യുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ സർവീസ് ബുക്ക് കുറഞ്ഞത് 5 വർഷം സൂക്ഷിക്കണം. എന്നാൽ ഇതിൽ കോടതി കേസുള്ള പക്ഷം കോടതി തീരുമാനം വന്ന ശേഷം 3 വർഷം കൂടി സൂക്ഷിക്കണം. അതുപോലെ റിട്ടയർഡ് ആവുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ സർവീസ് ബുക്ക് 25 വർഷം വരെ സൂക്ഷിക്കണം എന്നതാണ് വ്യവസ്ഥ. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ 25 years from the date of death of the employee. Next question. The maximum earned leave that can be earned by professional employee in a year is. അതായത് ഒരു പ്രൊഫഷണൽ ജീവനക്കാരന് ഒരു വർഷം മാക്സിമം ഏൺ ചെയ്യാവുന്ന ഏൺ ലീവുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം, പ്രൊഫഷണൽ എംപ്ലോയീസിനും പാർട്ട് ടൈം കണ്ടീജൻറ്റ് എംപ്ലോയീസിനും 22-ന് 1 എന്ന ക്രമത്തിൽ ഒരു വർഷം പരമാവധി 15 ഏൺ ലീവുകളാണ് ലഭിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ 15 days. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സ്ഥിരം ജീവനക്കാരന് 11-ന് 1 എന്ന ക്രമത്തിൽ ഒരു വർഷത്തിൽ 33 ഏൺ ലീവുകൾ ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോർമലി ഡെയിലി അലവൻസ് കനോട്ട് ബി ഡ്രോൺ ഫോർ മോർ ദാൻ days ഓഫ് ഹാൾട്ട് അറ്റ് ദ സെയിം പ്ലേസ്. സാധാരണയായി ഒരു സ്ഥലത്ത് എത്ര ദിവസത്തിലധികം ഹാൾട്ട് ചെയ്താലാണ് ഡെയിലി അലവൻസിന് അർഹതയില്ലാത്തതെന്നാണ് ചോദ്യം. KSR പാർട്ട് 2 റൂൾ 59 പ്രകാരം ഒരേ സ്ഥലത്ത് 10 ദിവസത്തിലധികം ഹാൾട്ട് ചെയ്യുകയാണെങ്കിൽ ഡെയിലി അലവൻസിന് അർഹതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി 10 days. Next question. Rate of leave salary and pension contribution of the government employees deputed on foreign service are determined by. ഫോറിൻ സർവീസിലേക്ക് നിയമിക്കപ്പെട്ട ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ ലീവ് സാലറിയും പെൻഷൻ കോൺട്രിബ്യൂഷനും ഒക്കെ നിശ്ചയിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, അത് ഗവൺമെൻറ് ആണ് നിശ്ചയിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ ഗവൺമെൻറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസെൻറ്റീവ്സ് ഫോർ മെറിറ്റോറിയസ് സർവീസ് ആർ ഗിവൻ ടു ഡേഷ്. അതായത് മെറിറ്റോറിയസ് സർവീസിന് അഥവാ പ്രശംസാർഹമായ സർവീസിന് ഇൻസെൻറ്റീവ്സ് നൽകുന്നത് ആർക്കെന്നാണ് ചോദ്യം. KSR പാർട്ട് 1 റൂൾ 34 പ്രകാരം മെറിറ്റോറിയസ് സർവീസിനുള്ള ക്യാഷ് അവാർഡുകൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് ഇത് നൽകാവൂ എന്നതാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി നോൺ ഗസറ്റഡ് എംപ്ലോയീസ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ക്ലാസ് 4 ജീവനക്കാർക്ക് ഇത് ലഭിക്കുന്നതല്ല എന്നുകൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീരീഡ് ഓഫ് ഓവർസ്റ്റേയൽ ഓഫ് ജോയിനിങ് ടൈം ഓഫ് ആൻ ഓഫീസർ മേ ബി റെഗുലറൈസ്ഡ് ബൈ ഗ്രാൻഡിങ്. പീരീഡ് ഓഫ് ഓവർസ്റ്റേയൽ ഓഫ് ജോയിനിങ് ടൈം ഓഫ് ആൻ ഓഫീസർ, അതായത് ജോയിനിങ് ടൈം കഴിഞ്ഞിട്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാതിരിക്കുന്ന കാലയളവ് എങ്ങനെ റെഗുലറൈസ് ചെയ്യുമെന്നാണ് ചോദ്യം. KSR പാർട്ട് 1 റൂൾ 137 പ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ ജോയിനിങ് ടൈം കഴിഞ്ഞിട്ടും ജോലിയിൽ ജോയിൻ ചെയ്യാതിരുന്നാൽ ആ കാലയളവ് അർഹമായ അവധിയായി, അതായത് എലിജിബിൾ ലീവായി റെഗുലറൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി എലിജിബിൾ ലീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
If an employee retires on superannuation before his pension is fixed, he may be granted dash. ഒരു ജീവനക്കാരൻ അദ്ദേഹത്തിൻ്റെ പെൻഷൻ തുക ഫിക്സ് ചെയ്യുന്നതിനു മുൻപ് ജോലിയിൽ നിന്നും റിട്ടയർ ആയാൽ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള പെൻഷനാണ് ലഭിക്കുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയറായ മാസം തന്നെ അദ്ദേഹത്തിന് പെൻഷൻ നൽകിയിരിക്കേണ്ടതാണ്. എന്നാൽ ഭരണപരമായ കാരണങ്ങളാൽ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് കാരണം അദ്ദേഹത്തിൻ്റെ പെൻഷൻ ഫിക്സ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിന് ആൻറ്റിസിപ്പേറ്ററി പെൻഷനാണ് നൽകുന്നത്. KSR പാർട്ട് 3 റൂൾ 116 ആൻറ്റിസിപ്പേറ്ററി പെൻഷനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. റിട്ടയർമെൻറ്റ് തീയതി മുതൽ പരമാവധി 6 മാസം വരെയാണ് ആൻറ്റിസിപ്പേറ്ററി പെൻഷൻ നൽകുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പെൻഷൻ ഫിക്സ് ചെയ്യാൻ കഴിയാതെ വന്നാൽ ഓഡിറ്റ് ഓഫീസർക്ക് കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് നൽകാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രേഡ് 1 ഓഫീസർ ഓൺ ട്രാൻസ്ഫർ journey by train from Palakkad to Trivandrum was accompanied by his wife, a grade 4 officer. The rate of rail fare admissible to his wife is dash. ഒരു ഗ്രേഡ് 1 ഓഫീസർ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി ട്രെയിനിൽ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു. ഗ്രേഡ് 4 ജീവനക്കാരിയായ അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തെ അനുഗമിക്കുകയുണ്ടായി. എങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് അനുവദനീയമായ റെയിൽ ഫെയർ ഏതു ഗ്രേഡിൻ്റേതാണെന്നാണ് ചോദ്യം. ട്രാൻസ്ഫർ ജേർണിയുടെ TA നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ആകുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ആ ഉദ്യോഗസ്ഥൻ്റെ ഗ്രേഡിനനുസരിച്ചുള്ള TA തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ A, the rate admissible to the grade 1 officer. Next question. The competent authority to withhold pension is dash. അതായത് പെൻഷൻ തടഞ്ഞു വയ്ക്കാൻ അധികാരമുള്ളത് ആർക്കെന്നാണ് ചോദ്യം. KSR പാർട്ട് 3 റൂൾ 2 പ്രകാരം ഒരു പെൻഷനറുടെ പെൻഷൻ തടഞ്ഞു വയ്ക്കുന്നതിനോ അത് പിൻവലിക്കുന്നതിനോ ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. So here the answer option A, government. Next question. The terminal surrender of earned leave is not permissible if the officer retires on dash. ഏൺഡ് ലീവിൻ്റെ ടെർമിനൽ സറണ്ടർ അനുവദനീയമല്ലാത്തത് ഏതുതരം റിട്ടയർമെൻറ്റിനെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിൽ സൂപ്പറാന്വേഷൻ, ഇൻവാലിഡ് പെൻഷൻ, പ്രൊവിഷണൽ പെൻഷൻ, റെസിഗ്നേഷൻ എന്നിവയാണ് തന്നിട്ടുള്ളത്. 1992 ഗവൺമെൻറ് ഓർഡർ പ്രകാരം സർവീസിൽ നിന്നും റിസൈൻ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് യാതൊരു തരത്തിലുള്ള പെൻഷനറി ബെനിഫിറ്റ്സിനും അർഹതയുണ്ടായിരിക്കുന്നതല്ല. അതിനാൽ തന്നെ റിസൈൻ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് ടെർമിനൽ സറണ്ടറിനും അർഹതയുണ്ടായിരിക്കുന്നതല്ല. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ D, റെസിഗ്നേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An officer should be on tour outside 8 kilometers from his headquarters for days in a month in order to claim full amount of PTA. Full PTA അഥവാ പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ് ലഭിക്കുന്നതിന് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് വെളിയിൽ ഒരു മാസത്തിൽ എത്ര ദിവസം യാത്ര ചെയ്തിരിക്കണം എന്നാണ് ചോദ്യം. KSR പാർട്ട് 2 റൂൾ 6 പ്രകാരം ഒരു ഉദ്യോഗസ്ഥന് മുഴുവൻ PTAയും ലഭിക്കണമെങ്കിൽ അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും 8 കിലോമീറ്റർ വെളിയിൽ മാസത്തിൽ 15 ദിവസമെങ്കിലും യാത്ര ചെയ്തിരിക്കണം. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ D, 15 days. Next question. With effect from 1st July 2004, a pensioner eligible for full pension on revision of pension will get at least dash of the minimum of the revised scale of pay of the post from which he retired. 1/7/2004 മുതൽ പ്രാബല്യത്തിൽ പെൻഷനാകുന്നതും ഫുൾ പെൻഷന് അർഹതയുള്ളതുമായ ഒരു പെൻഷനർക്ക് ലഭിക്കുന്ന പെൻഷൻ ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം അവസാനം വർക്ക് ചെയ്ത പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേയുടെ മിനിമത്തിൻ്റെ എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം,
ഫുൾ പെൻഷന് അർഹതയുള്ളത്, അതായത് 30 വർഷം സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്നത് അദ്ദേഹം ലാസ്റ്റ് വാങ്ങിയ ഇമോളുമെൻസിൻ്റെ 50% സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ 50%. Next question. A female officer was granted half-pay leave for 40 days and LWA for 15 days in continuation of maternity leave. The LWA availed in this case. ഒരു വനിതാ ജീവനക്കാരിക്ക് മെറ്റേണിറ്റി ലീവിന് തുടർച്ചയായി 40 ദിവസത്തെ ഹാഫ് പേ ലീവും 15 ദിവസത്തെ MC ഇല്ലാതെയുള്ള LWAയും അനുവദിക്കുകയുണ്ടായി. എങ്കിൽ LWAയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിൽ നോട്ട് കൗണ്ട് ഫോർ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്. ഓപ്ഷൻ ബി വിൽ നോട്ട് കൗണ്ട് ഫോർ പെൻഷൻ. ഓപ്ഷൻ സി വിൽ കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി വിൽ നോട്ട് കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്. KSR പാർട്ട് 1 റൂൾ 102 പ്രകാരം മെറ്റേണിറ്റി ലീവിന് തുടർച്ചയായി എടുക്കുന്ന 60 ദിവസം വരെയുള്ള ലീവുകൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ കാലയളവും ഇൻക്രിമെൻറ്റിന് പരിഗണിക്കുന്നതാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി വിൽ കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The authority competent to accept resignation of a government employee is. ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ്റെ റെസിഗ്നേഷൻ സ്വീകരിക്കുവാൻ അധികാരപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. KSR പാർട്ട് 1 റൂൾ 23 പ്രകാരം ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ റെസിഗ്നേഷൻ സ്വീകരിക്കുവാൻ അധികാരമുള്ളത് അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്കാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. Next question. Maximum number of stagnation increments admissible to a government employee is. ഒരു ഗവൺമെൻറ് ജീവനക്കാരന് പരമാവധി എത്ര സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് ലഭിക്കുമെന്നതാണ് ചോദ്യം. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. ശമ്പള സ്കെയിലിൽ വാർഷിക ഇൻക്രിമെൻറ്റുകൾ നേടി പ്രസ്തുത സ്കെയിലിൻ്റെ പരമാവധി ശമ്പളം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന് പിന്നെ ഇൻക്രിമെൻറ്റുകൾ ഇല്ല. അത്തരം സാഹചര്യത്തിൽ പകരമായി നൽകുന്നതാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്. പരമാവധി 5 തവണ മാത്രമേ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ 4 വർഷം വാർഷികമായും 5ാം തവണത്തേത് 2 വർഷം ആകുമ്പോഴുമാണ് നൽകുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The compassionate allowance granted to an officer shall not exceed days of the pension which would have been admissible to him had he retired on the date of dismissal or removal. അതായത് ഒരു ഉദ്യോഗസ്ഥന് അനുവദിക്കുന്ന കമ്പാഷനേറ്റ് അലവൻസ് അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട തീയതിയിൽ റിട്ടയർ ചെയ്തിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന പെൻഷൻ തുകയുടെ എത്ര ഭാഗത്തിൽ കൂടാൻ പാടില്ല എന്നാണ് ചോദ്യം. KSR പാർട്ട് 3 റൂൾ 5 കമ്പാഷനേറ്റ് അലവൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്വഭാവ ദൂഷ്യമോ മറ്റോ കാരണം സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യപ്പെടുന്നവർക്ക് പെൻഷന് പകരം നൽകുന്ന അലവൻസാണ് കമ്പാഷനേറ്റ് അലവൻസ്. പ്രസ്തുത വ്യക്തിക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് കാണുമ്പോഴാണ് കമ്പാഷനേറ്റ് അലവൻസ് അനുവദിക്കുന്നത്. അദ്ദേഹത്തിന് ഇൻവാലിഡ് പെൻഷൻ നൽകേണ്ടി വന്നിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന തുകയുടെ 2/3 ഭാഗത്തിൽ കവിയാത്ത തുകയാണ് കമ്പാഷനേറ്റ് അലവൻസായി നൽകുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി 2/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When an officer travels one halting station to another station beyond 8 kilometers and halts there for days, his halt at the first station ends. ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഹാൾട്ടിംഗ് സ്റ്റേഷനിൽ നിന്നും 8 കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു ഹാൾട്ടിംഗ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്ത് അവിടെ ഹാൾട്ട് ചെയ്താൽ എത്ര സമയത്തിൽ കൂടുതൽ അവിടെ ഹാൾട്ട് ചെയ്യുമ്പോഴാണ് ആദ്യത്തെ ഹാൾട്ട് അവസാനിച്ചതായി കണക്കാക്കുന്നത്? KSR പാർട്ട് 2 റൂൾ 60 പ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ ഹാൾട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും 8 കിലോമീറ്റർ കവിയുന്ന ഏതൊരു ദൂരത്തുമുള്ള ഹാൾട്ടുകളെയും ഹാൾട്ടിൻ്റെ ഡ്യൂറേഷൻ കണക്കാക്കുന്നതിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്.
So here the answer option D, none of the above. Family for the purpose of TA does not include dash of the officer. TA കണക്കാക്കുന്ന കാര്യത്തിൽ ഒരു ഓഫീസറുടെ ഫാമിലി എന്നതിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദ്യം. KSR പാർട്ട് 2 റൂൾ 67 പ്രകാരം TA കണക്കാക്കുന്ന കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഫാമിലി എന്നതിൽ ഭാര്യ, കുട്ടികൾ, സ്റ്റെപ്പ് ചിൽഡ്രൻ എന്നിവരാണ് ഉൾപ്പെടുന്നത്. ഇവിടെ ഫാമിലി എന്നതിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദ്യം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, ഫാദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An assistant veterinary officer at Trivandrum is given full additional charge of assistant veterinary officer at Kollam for 3 months. The monthly rate of special allowance due to him is dash. തിരുവനന്തപുരത്തുള്ള അസിസ്റ്റൻറ്റ് വെറ്ററിനറി സർജന് കൊല്ലത്തെ അസിസ്റ്റൻറ്റ് വെറ്ററിനറി ഓഫീസറുടെ ഫുൾ അഡീഷണൽ ചാർജ് 3 മാസത്തേക്ക് നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിമാസ സ്പെഷ്യൽ അലവൻസ് എത്രയെന്നാണ് ചോദ്യം. KSR പാർട്ട് 1 റൂൾ 53 പ്രകാരം ഒരു ഉദ്യോഗസ്ഥനെ അയാളുടെ സ്വന്തം പോസ്റ്റിനു പുറമെ ഒന്നോ അതിലധികമോ പോസ്റ്റുകളുടെ ഫുൾ അഡീഷണൽ ചാർജ് നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശമ്പള സ്കെയിലിൻ്റെ മിനിമത്തിൻ്റെ 4% കൂടാത്ത തുക സ്പെഷ്യൽ അലവൻസായി നൽകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. So here the answer option C, 4% of the minimum of the scale of pay. Last question. The maximum limit of DCRG with effect from 1st July 2014 is 2014 ശമ്പളപരിഷ്കരണ ഉത്തരവ് പ്രകാരം ഒരാൾക്ക് ലഭിക്കുന്ന മാക്സിമം DCRG എത്രയെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം, 14 lakh. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 2019 മുതലെന്നാണ് ചോദ്യമെങ്കിൽ മാക്സിമം DCRG 17 ലക്ഷമാണ്. ലേറ്റസ്റ്റ് പെൻഷൻ റിവിഷൻ ഉത്തരവ് പ്രകാരം 14 ലക്ഷം എന്നുള്ളത് 17 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യനോടൊപ്പവും അതുമായി ബന്ധപ്പെട്ട റൂൾ കൂടെ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ബുക്ക് പരിശോധിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സഹായകരമാകും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുള്ളവർ ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഒരിക്കൽ കൂടെ കേൾക്കുക, അത് വ്യക്തമായി മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്